ഇന്നലെ വന്ന ലോഡ് ചെടിയിൽ എന്തൊക്കെ പ്ലാന്റാണ് വന്നതെന്നൊക്കെ നമുക്ക് ഇന്നലെ രാത്രി ആയതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റിയില്ല. അത് മാത്രമല്ല ഒരുപാട് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നില്ല. അതേപോലെ തന്നെ ദാണ്ടെ ഇന്നലെ വന്ന് റോസ് ലോഡ്, അതേപോലെ തന്നെ റോസിൻ്റെ ചെറിയ റോസ്, വലിയ റോസ്, മീഡിയം സൈസ് റോസ്, ചട്ടിയിലുള്ള റോസും എല്ലാം വന്നപ്പോഴത്തേക്ക് അതിനകത്ത് വന്ന കുറേ പ്ലാന്റുകളും, അതേപോലെ തന്നെ ഇത് വള്ളി റോസാണ്. വള്ളി റോസിൻ്റെ തൈ കുറച്ച് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ റെഡ് റോസ്, വലിയ റെഡ് റോസ്, ഇത് താജ്മഹൽ റോസ്, അങ്ങനെ കുറച്ച് വെറൈറ്റികളൊക്കെ ഒരുപാട് ഉണ്ടെങ്കിലും അതിനകത്ത് കുറേ പ്ലാന്റുകൾ. ഇതെന്ന് പറഞ്ഞാൽ സ്ട്രൈപ്പ് റോസാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ റെയർ ആയിട്ടുള്ള പ്ലാന്റുകൾ ആദ്യമേ വരുന്നവർക്ക് മാത്രം സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ബാക്കിയുള്ളവർ കാര്യം എപ്പോഴും ഇത് ഒരുപാട് പ്ലാന്റുകൾ കാണത്തില്ല. അതുകൊണ്ടാണ് ഒരുപാട് പ്ലാന്റ് കാണാത്തതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് കിട്ടാത്തത്. വരുന്ന ലോഡിൽ 1, 2, 3 ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ കൊണ്ടുവന്നേക്കുന്നത് ഇന്നലെ രാത്രി കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്ന 2 ലോഡ് ചെടികളിൽ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ എന്തൊക്കെ തരം ചെടികളാണ് വന്നേക്കുന്നത്, അതേപോലെ തന്നെ ഏതൊക്കെ തരം റോസ് ഉണ്ട്, അതേപോലെ തന്നെ ഏതൊക്കെ തരം ചെടികൾ, പൂക്കൾ എല്ലാം കൂടെ വെച്ചുകൊണ്ട് നമ്മൾ 2ാം കുറ്റി ശാരദ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്തുള്ള നഴ്സറിയിലാണ് ഇപ്പം ലോഡ് വന്നേക്കുന്നത്. അന്നേരം തീരുന്നതിന് മുമ്പൊക്കെ വന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇതിനുള്ള വളങ്ങൾ, കീടനാശിനികളൊക്കെ ചെയ്യുന്ന രീതികളെല്ലാം നമ്മൾ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്തൊക്കെ ഏതൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു 150-150 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കയറി കാണാനായിട്ട് ശ്രമിക്കുക. ഇത് റോസിൻ്റെ ഒരു എക്സ്പേർട്ട് ഇൻട്രാക്ഷൻ തന്നെ നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അന്നേരം നിങ്ങളെല്ലാവരും കയറി കാണാനായിട്ട് ശ്രമിക്കുക. അന്നേരം ഇനിയുള്ള വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾക്ക് ഒരു പ്രചോദനമാവും. അന്നേരം ഞങ്ങൾക്ക് വീഡിയോ ഇടാനും ഒരു പ്രചോദനമാവും. അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വന്നതിനകത്ത് കൂടുതലും ചെറിയ ചട്ടിയിലുള്ള റോസ്, അതേപോലെ തന്നെ വലിയ കവറിലുള്ള റോസ്, അതേപോലെ തന്നെ ചെറിയ കവറിലുള്ള റോസ്, മീഡിയം സൈസ് കവറിലുള്ള റോസ്, ചെറിയ ബട്ടൺ റോസ്, ഇത് സ്ട്രൈപ്പ് റോസ്. ഇതൊക്കെ കുറച്ചേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിപ്പോൾ വരുന്നതിനകത്ത് 1, 2, 3 ഒക്കെ ആദ്യമേ വരുന്നവർക്ക് കിട്ടുന്ന റോസുകളാണ്. അതാണ് മെയിനായിട്ടുള്ള കാര്യം പറയുന്നത്. ഇപ്പം നമ്മളാണെങ്കിൽ ഓടിപ്പോയി കഴിഞ്ഞാൽ ഇതേപോലുള്ള വെറൈറ്റി റോസുകളല്ലേ ആദ്യമേ എടുത്ത് മാറ്റി വയ്ക്കത്തുള്ളൂ, അല്ലേ? അന്നേരം അങ്ങനെ ആദ്യമേ വരുന്നവർക്ക് കിട്ടത്തുള്ളൂ ഈ റോസ്. അതേപോലെ തന്നെ പ്ലാന്റുകളുണ്ട്, കുറേ ഉണ്ടെന്നുണ്ടെങ്കിലും 10,000, 3,500ഓളം പ്ലാന്റുകളുണ്ടെങ്കിലും പക്ഷേ ഈ വരുന്നത് ഹോൾസെയിലുകാരുണ്ട്. അവരൊക്കെ വന്നു കഴിഞ്ഞാൽ ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോകും. അന്നേരം ചിലപ്പം നിങ്ങൾ കാണുമ്പോഴത്തേക്ക് 2-3 ദിവസം, 4-5 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കാണുമ്പോഴത്തേക്ക് ചിലപ്പം ഇതിനകത്ത് ഷോർട്ടേജ് വരും. അത് എടുത്ത് പറഞ്ഞതാണ്. കാര്യം വരുമ്പോഴത്തേക്ക് ഇതേപോലെയാണ്, അയ്യോ അത് അന്ന് വന്നപ്പോഴത്തേക്ക് വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് ഉണ്ടായിരുന്നു എന്നൊന്നും തോന്നരുത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞാൽ പിന്നെ തീർന്നാലും നമ്മൾ അടുത്ത ട്രിപ്പ് ലോഡ് വരും. അന്നേരത്തേക്ക് അടുത്ത ട്രിപ്പ് നമ്മൾ കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ദൂരെ നിന്ന് വരുന്നവർക്കൊക്കെയാണ് ഇച്ചിരി ബുദ്ധിമുട്ട്. അത് അറിഞ്ഞതിൽ ഒരുപാട് വിഷമമുണ്ട്. എന്നാലും നമുക്ക് വേറെ ഇപ്പോൾ ഒരു നിവർത്തിയില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റുകൾ വരുമ്പോൾ എന്താ വെച്ചാൽ ഒന്നാമത് കൊറോണയൊക്കെ കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നിൽക്കുന്ന സമയമല്ലേ. അന്നേരം ഇങ്ങനെയൊക്കെ അങ്ങ് തട്ടി മുട്ടിയൊക്കെ ഇങ്ങനെയൊക്കെ പോവുകയാണ്. ഓക്കെ, അന്നേരം അതാണ്ട് ഇത് ജെറിബറ ഇന്ന് കഴിഞ്ഞ ലോഡിൽ ഇന്നലെ രാത്രി വന്നേക്കുന്ന നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. അതേപോലെ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിനകത്ത് മണ്ണ് മാറ്റിയിട്ട് വേറെ മണ്ണിനകത്ത് പ്ലാന്റ് ചെയ്യുക. വെള്ളം ഓവറായിട്ട് കൊടുക്കരുത്. ഓവറായിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ജെറിബറയ്ക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അത് ഇൻഡോഫിലോ അല്ലെങ്കിൽ സാഫോ, ഏതെങ്കിലും ഇൻഡോഫിലാണ് നല്ലത്. സാഫിനെക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ്. അതേപോലെ തന്നെ ഇറക്കി വെച്ചേക്കുന്ന 1 ലിറ്റർ റോസാണ് ഈ കാണുന്നത്. 1 ലിറ്റർ എന്ന് അതിനെ അറിയപ്പെടുന്നത്. 1 കിലോ റോസ് എന്നൊക്കെ അറിയപ്പെടും. അതായത് ചെറിയ കവർ റോസ്. അതേപോലെ തന്നെ ഇത് ചട്ടി റോസാണ്. ഇത് വയലറ്റ് റോസ്. വയലറ്റ് റോസ് ഇടയ്ക്ക് ഇതിനകത്ത് വന്നതാണ്. 1, 2 ഒക്കെ കാണത്തുള്ളൂ. ഇത് ഡബിൾ ഷെയ്ഡ്, ട്രിപ്പിൾ ഷെയ്ഡ് അങ്ങനെയുള്ള വെറൈറ്റികൾ കുറച്ച് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മുട്ട് വിരിയാൻ കുറച്ച് കിടപ്പുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ലോഡ് എടുക്കുമ്പോഴത്തേക്ക് എല്ലാം അങ്ങ് വിരിഞ്ഞ പ്ലാന്റുകൾ എടുക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഫുൾ ഓപ്പൺ ആയിരിക്കത്തില്ല എടുക്കുന്നത്. ഹാഫ് ഓപ്പൺ ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതേപോലെ കുറച്ച് കരിമുട്ടും കാണും. കരിമുട്ടും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ബട്ടൺ റോസ് വെറൈറ്റിയാണ്. ഇത് ഇച്ചിരി വില കൂടുതലായി പ്രാവശ്യം. അതേപോലെ തന്നെ നല്ല ബുഷായിട്ടുള്ള പ്ലാന്റാണ്. 40 രൂപ 50 രൂപ റേഞ്ചിലാണ് ഇപ്പം അതിന് വിലയെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ചെറിയ കവറിനകത്ത് ഇങ്ങനെ ഈ ബ്ലാക്ക് റോസ് അല്ലെങ്കിൽ വയലറ്റ് റോസിൻ്റെ ഡാർക്ക് ബ്ലാക്ക് കണക്ക് ഇരിക്കുന്ന, ബ്രൗൺ കണക്ക് ഇരിക്കുന്ന ആ ഒരു വെറൈറ്റി കിട്ടാൻ പാടുള്ളതാണ്. പക്ഷേ ഇതിനകത്തും താണ്ടെ ഒരു സ്ട്രൈപ്പ് 30 രൂപയുടെ റോസിനകത്ത് വന്നിട്ടുണ്ട്. അതാണ് കണ്ടില്ലേ, നല്ല രസമായിട്ട് നിർത്തിക്കുന്ന പ്ലാന്റാണ്. ഏകദേശം ഒരു 1500, 1700-നകത്തും കണ്ട് ചെറിയ കവർ തന്നെ ഉണ്ട്. അത് വരുമ്പോഴത്തേക്ക് അത് വരും. ഹോൾസെയിലായി വന്നു കഴിഞ്ഞാൽ കുറച്ചെടുക്കും. അതേപോലെ തന്നെ കണ്ടില്ലേ ഈ വലിയ കവർ റോസൊക്കെ ഇതൊക്കെ അയക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെ വന്ന് വാട്ടമൊക്കെ മാറി നിൽക്കുന്ന രീതിയിലുള്ള പ്ലാന്റാണ്. കണ്ടില്ലേ, എല്ലാം ഒരു ഹാഫ് ഓപ്പൺ ആണ്. അതേപോലെ തന്നെ ഇത് റാഫിഡ ഫോറ ഹായ് എന്ന് പറയുന്നൊരു പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു 10,000 തൈ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മതിലിൻ്റെ ഭാഗത്തൊക്കെ വയ്ക്കാം. അതേപോലെ തന്നെ മതിലിനകത്ത് വലിയ ലീഫാണ്. ഇത് റാഫിഡ ഫോറ ഹായ് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ തൈ ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അയച്ചു തരാൻ സാധിക്കും. റാഫിഡ ഫോറ ഹായ് എന്നാണ് അതിൻ്റെ അറിയപ്പെടുന്നത്. ഇതിൽ നമ്മളെ ലിപ്സ്റ്റിക്കാണ്.
പൂത്ത് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പൂത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തൈ മൊത്തം തീരും. അതാണ്ട് ഇത് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്. ലിപ്സ്റ്റിക്ക് നമ്മൾ തള്ളി പുറത്തോട്ട് എടുക്കുന്ന കണക്ക് തന്നെയല്ലേ രസമായിട്ടിരിക്കുന്ന പ്ലാന്റാണ്. പക്ഷെ നിറച്ച് പൂത്ത് കഴിഞ്ഞ് ഇച്ചിരി ഒന്ന് വളരാൻ അതിനെ ഒന്ന് അനുവദിച്ച് കഴിഞ്ഞിട്ട് സ്വല്പം NPK മിക്സർ 19 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് നല്ലപോലെ കലക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇറിഞ്ഞിൽ പോലെ ഇത് പൂക്കും, ഉറപ്പാണ്. പക്ഷേ ചെറിയ വെയിൽ കിട്ടുന്ന ഭാഗത്ത് ഇടണം. ചെറിയ വെയിൽ, നേരിയ ഒരു വെയിൽ വേണം. ആദ്യമേ ഇതിനെ വളർത്തിയങ്ങ് എടുക്കുക, നല്ല വൃത്തിയാവണം, വളർത്തിയെടുക്കുക. അതിന് കടലപ്പിണ്ണാക്കും വെണ്ണാക്കും ചാണാനും കൂടെ മിക്സ് ചെയ്ത് 3 ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് അടച്ചു വയ്ക്കുക. അതിന് എത്ര എടുക്കുന്നോ അതിൽ നിന്ന് എത്ര എടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് 10-15 ഇരട്ടി വെള്ളം ചേർത്ത് കുഴപ്പമില്ല ലയിപ്പിച്ച് നന്നായിട്ട് ലയിപ്പിച്ചതിന് ശേഷം കുറേശ്ശെ മറ്റുള്ള ചെടിയൊക്കെ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിനും കൂടെ കൊടുത്ത് ഇതിനെ ഒന്ന് വളർത്തിയെടുക്കുക. വളർത്തിയെടുത്തതിന് ശേഷമായിട്ട് ലൈറ്റായിട്ട് നമ്മൾ പൂ പിടിക്കാനായിട്ടുള്ള NPK മിക്സർ ലൈറ്റായിട്ട് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലിട്ട് നല്ലപോലെ കലക്കി കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇത് വാലിച്ചി എന്ന് പറഞ്ഞ പ്ലാന്റ് ആട്ടോ, ലവ് എലക്കേഷ്യ എന്നൊക്കെ അറിയപ്പെടും. സിസ്മാറ്റാഗ്ലോട്ടിസ് വാലിച്ചി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. നല്ല ഭംഗിയാണ് പ്ലാന്റ് കാണാനായിട്ട്, ക്ലസ്റ്ററായിട്ടിരിക്കുന്നത്. ആസാമിലേക്ക് ഒരു പാർട്ടിക്ക് വേണ്ടി 1000 ചെടി നമ്മളിപ്പോൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നല്ല രസമുള്ള പ്ലാന്റാണ്. ഇൻഡോർ സെമി ഷെയ്ഡ് ഏരിയയിലൊക്കെ വയ്ക്കാൻ അടിപൊളിയാണ്. അതേപോലെ തന്നെ അതിനകത്ത് വന്ന് നമ്മൾ റോസിനകത്തുനിന്ന് ഹാഫ് ഓപ്പൺ കഴിഞ്ഞിട്ടുള്ള വലിയ അത്യാവശ്യം വിരിഞ്ഞ് തിളങ്ങിയ വെറൈറ്റി റോസിൽ വരുന്നതാണ്. താണ്ടാണ്ടിൽ ഇത്തരത്തിലുള്ള നല്ല റോസ് താണ്ടാണ്ടിൽ ഇപ്പോൾ 3 മുട്ട അതിനകത്ത് നിൽക്കുന്നത്. അത് പ്രൂൺ ചെയ്തതിന് ശേഷം ആദ്യത്തെ കരിമുട്ടുകളൊക്കെ ഒടിച്ച് കളഞ്ഞു കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പ് വന്നേക്കുന്ന പൂക്കളാണ് നല്ല കൊലയായിട്ട് വന്നേക്കുന്നത്. അതേപോലെ തന്നെ ഇവിടുന്ന് ഇപ്പോൾ ഒരു ലോഡ് കയറിപ്പോകുന്നുണ്ട്. അതിനകത്ത് പറഞ്ഞാൽ കുടംപുളിയും മാവുമാണ്. നല്ല കുളമ്പി മാവ്, കർപ്പൂര മാവ്, അതേപോലെ തന്നെ ചക്കരക്കുട്ടി മാവ്, കിളിച്ചുണ്ടൻ മാവ്, അതേപോലെ എല്ലാം സെറ്റ് ചെയ്ത് അതിനകത്ത് കുറച്ചൊരു 3000, 3500, 4000-ഓളം ലിപ്സ്റ്റിക് പ്ലാന്റ് അത് പുറത്തോട്ട് കയറി പോകാനായിട്ടുള്ളതാണ്. അതെല്ലാം താണ്ടെ സെറ്റ് ചെയ്ത് അടുക്കി വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മളിവിടുന്ന് അട്ടിയിട്ട് വിടുന്നാണ്ടില്ലേ പ്ലാന്റുകൾ എടുത്ത് നല്ല വൃത്തിയാവണം, സെറ്റ് ചെയ്ത് അട്ടിയിട്ട്. ഇപ്പോൾ ഇതിനിച്ചിരി ഡിമാൻഡ് കുറവാണ്, എന്നിട്ട് നമ്മൾ കയറ്റി വിടുന്നതാണ്. ഡിമാൻഡ് ഇപ്പോൾ ഇച്ചിരി എന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റി കൂടിയപ്പം ഡിമാൻഡ് കുറഞ്ഞു. ഇപ്പം അത്ര വലിയ ഡിമാൻഡായിട്ട് നിന്നില്ല. പണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും 10, 25 രൂപ 30 രൂപ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത്രയും ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ട് സ്വല്പം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തള്ളി വിട്ടു. പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് അറവാനയ്ക്കകത്ത് തള്ളിക്കൊണ്ട് വരുന്നതാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ മാന്തൈ വന്നത്, അതായത് കോട്ടുകോണം മാങ്ങ, ചെങ്കവരിക്ക നല്ല രസമാണ്. ഞാൻ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു മാങ്ങ പറിച്ച് കഴിക്കുന്ന വീഡിയോ, ഡാർക്ക് റെഡ് കളർ. അതേപോലെ തന്നെ പ്ലാവ് നല്ല അടിപൊളി വെറൈറ്റി റെഡ്, അതായത് സിന്ദൂർ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയും, അതേപോലെ തന്നെ ഡങ് സൂര്യ, അങ്ങനെ കുറച്ച് വെറൈറ്റികൾ. നല്ല ഹെൽത്തി പ്ലാന്റ് വലിയ സൈസ് കവറിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വലിയ കവറിലോ വലിയ ചട്ടിയിലോ ഒക്കെ നിർത്തി കായ പിടിപ്പിക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് ഈ കാണുന്നത്. അതും ഇപ്പം വന്ന ലോഡ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചെമ്പരത്തിയൊക്കെ നമ്മൾ ഇന്നലെ വന്ന ലോഡിനകത്ത് ഇറക്കിയിട്ടുണ്ട്. അത് കാണിക്കാൻ വിട്ടുപോയി. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെമ്പരത്തി, വലിയ ചെമ്പരത്തി. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ നല്ല നല്ല വീഡിയോകൾ നമ്മളെ ചാനലിലുണ്ട്. ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അന്നേരം നിങ്ങൾക്ക് അറിയാൻ പറ്റും പുതിയ വീഡിയോ വരുന്ന സമയത്ത്. അന്നേരം എങ്ങനെയാ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശം കമൻറ്റ് രൂപേണ എഴുതി അറിയിക്കുക അല്ലേ. അന്നേരം ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.